നമസ്കാരം. നാടിൻ്റെ ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ KPCCയുടെ സംസ്കാര ഉത്സവിൽ അതിഥിയായി. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ കോട്ടയം നാഗമ്പടത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന KPCCയുടെ സംസ്കാര ഉത്സവ് 2026 എന്ന പരിപാടിയിലാണ് പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. കലാകാരന് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യമുണ്ടാവണം. സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്ന് പ്രേംകുമാർ പറഞ്ഞു. ഫാസിസം ഏറ്റവും ഭയപ്പെടുന്നത് എഴുത്തുകാരൻ്റെ മൂർച്ചയുള്ള വാക്കുകളെയാണെന്നും കലാകാരൻ്റെ ഏറ്റവും ശക്തമായ ആവിഷ്കാരമാണ് കലയെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അത്തരം ആവിഷ്കാരങ്ങളുണ്ടാകുമ്പോൾ അവയെ ഉന്മൂലനം ചെയ്യാൻ അവർ തയ്യാറാകുന്നതെന്നും പ്രേംകുമാർ. കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടുന്നു. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്നു. അത്തരം ഫാസിസം ഉണ്ടാകരുത്. ഇന്നത്തെ ഒരു നാടക കലാകാരന് താൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആശയം അവതരിപ്പിക്കുവാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനുഷ്യൻ ശ്രീ NV പ്രദീപ് കുമാർ, അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രീ സലീം ഹസൻ ഉൾപ്പെടെ ഇവിടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വ്യക്തിത്വം ശ്രീ ജോസഫ് വാഴക്കൻ, ആദ്യം പറയേണ്ട പേരുകളിൽ ഒന്നാണത്. ഞാൻ ആ ഒരു ഓർഡറിലൊന്നും അല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. വിശുദ്ധ വ്യക്തികൾ ഇനിയും നിരവധിയുണ്ട്. എല്ലാവരെയും ഈ കോൺഗ്രസിന്റെ രീതിയിൽ നമ്മൾ എല്ലാവരെയും പറയാൻ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, നമ്മൾ പലപ്പോഴും ഈ സദസ്സിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ വേദിയിൽ ഉണ്ടാകുന്നൊരവസ്ഥ, അത് നേതാക്കളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ചില പ്രോട്ടോകോളുകൾ നമുക്ക് ആവശ്യമുള്ളവർ മതി സ്റ്റേജിൽ. പക്ഷെ ഇവിടെ അല്ല, അത് നേരത്തെ പറഞ്ഞു, ഇവിടെ ഇപ്പം എല്ലാവരും ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് ആരെയും ഒഴിവാക്കിയിട്ടില്ല. ചില വേദികൾ അങ്ങനെയല്ല. അതൊരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തരികയാണ്. ഇവിടെ ശ്രീ ശ്രീയാർ പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു വിഷയമാണ്. ഇതൊരു രാഷ്ട്രീയം സംസാരിക്കാനുള്ളൊരു വേദിയല്ല എന്ന് ആമുഖമായിട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ രാഷ്ട്രീയമൊന്നും ഇവിടെ പറയുന്നില്ല. അതിനല്ല പറഞ്ഞത് ഞാൻ. ഇതൊരു രാഷ്ട്രീയ വേദിയാണെങ്കിൽ ഞാൻ വരികയില്ല. ഇതൊരു സംസ്കാര വേദിയാണ്. സംസ്കാര സാഹിതികളുടെ, നാടക പ്രവർത്തകരുടെ, കലാപ്രവർത്തകരുടെ, ഷോർട്ട് ഫിലിം പ്രവർത്തകരുടെ, സിനിമ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള കലാപ്രവർത്തകരുടെ ഒരു സംഗമ വേദി, അത് KPCC സാംസ്കാരിക സാഹിതികളുടെ പേരിൽ ഒരുക്കുന്നു. അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ, ഒരു സാംസ്കാരിക വേദിയിൽ സാന്നിധ്യമാകാനാണ് ഞാൻ ഇവിടെ എത്തിയത്.